ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഹൂത്തികളുടെ മിന്നൽ ഇടപെടൽ. ഗസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമെന്നോ പലസ്തീനികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമെന്നോ കരുതിയിരുന്ന ലോകത്തെ വിറപ്പിച്ചുകൊണ്ടാണ് ഹൂത്തികൾ വളരെ വേഗം ഇത് ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റിയത്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ, ഈജിപ്റ്റ് തുടങ്ങിയിടത്തൊക്കെ വലിയ വിലക്കയറ്റ ഭീഷണി നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ളവയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ്. ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം യുദ്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ, വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് നെതന്യാഹു ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഗസയിലേക്കുള്ള വ്യോമാക്രമണം കടുപ്പിക്കുമ്പോൾ ഹൂത്തികളും അടങ്ങിയിരിക്കുന്നില്ല. അവരും അതിശക്തമായി തന്നെ ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഒരു കപ്പലിന് നേരെ കൂടി ആക്രമണം നടത്തിയിരിക്കുകയാണ്. ചരക്കു കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. ഈ കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണെന്നോ മറ്റു വിവരങ്ങളോ അല്പസമയത്തിനകം പുറത്തു വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും അമേരിക്ക ഉൾപ്പെടെ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ചെങ്കടലിന് സമീപത്തു കൂടി പോയ ഒരു ചരക്ക് കപ്പലിന് നേരെ മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം ഹൂത്തികൾ നടത്തിയെന്നും അതിനെ ഞങ്ങൾ തടയാൻ ശ്രമിച്ചു, മിസൈലുകൾ തിരിച്ചുവിട്ട് തടയാൻ ശ്രമിച്ചു എന്നും അമേരിക്ക പറഞ്ഞതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ചെങ്കടൽ മേഖലയിൽ വെടിവെപ്പും ഡ്രോൺ ആക്രമണവും ഒക്കെ തുടരുകയാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹൂത്തികൾ പണി തുടങ്ങിയിരിക്കുന്നു. അവർ നിലപാട് കടുപ്പിച്ച് അതിശക്തമായ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തുകയാണ്. അമേരിക്കയുടെ നാവികസേന ടീം അടക്കം വരുന്നുണ്ട് എന്ന വാർത്തകൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ആ കപ്പലുകൾ വന്നാൽ അവയ്ക്കെതിരെയും ആക്രമണം നടത്തുമെന്ന് ഹൂത്തികൾ നേരത്തെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഹൂത്തികൾക്ക് സംശയമൊന്നുമില്ല. ഒരു പക്ഷേ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്ന കപ്പലും അമേരിക്കയുടെ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലോ ഉള്ളതായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകുന്നതാണ്. എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, സ്ഥിതി ഗുരുതരമാവുകയാണ്, സങ്കീർണമാവുകയാണ്. ഹൂത്തികൾ അമേരിക്കയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഹൂത്തികളുടെ ഒരു മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്, ചെങ്കടൽ കത്തും, ഞങ്ങൾ കത്തിക്കും, ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അതായത് ഹൂത്തികൾ ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള നിലപാട് പറഞ്ഞിരിക്കുന്നു. ചെങ്കടലിലൂടെ ഒരൊറ്റ കപ്പലും പോകുകയില്ല, ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മാത്രമാണ് ആക്രമിക്കുക എന്ന് ഹൂത്തികൾ പറയുന്നുണ്ട് എങ്കിലും ഇവരെ ഭയന്നുകൊണ്ട് അതുവഴി കപ്പലുകൾ അയക്കാൻ ഒരൊറ്റ കപ്പൽ കമ്പനികളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറുവശത്ത് ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന ഇതിന് ബദലായി ഉപയോഗിക്കുന്ന കടലിടുക്കിൽ ഇറാനും പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ ഭീഷണി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ കപ്പൽ കമ്പനികൾ ഭയപ്പെടാൻ, ലോകം വലിയ പ്രതിസന്ധിയിലാകാൻ, അവർ പിന്മാറാൻ. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതറ്റം വരെയും പോകാൻ ഹൂത്തികൾ തയ്യാറായി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഹൂത്തികൾക്കെതിരെ ബഹുരാഷ്ട്ര പടയൊരുക്കം എന്ന മട്ടിലൊക്കെ ഒരു പടയെ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അമേരിക്കയാണ്. അത് തുടക്കത്തിലെ തന്നെ പാളി എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ആ സംഘത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ അമേരിക്ക ഇപ്പോഴും ഹൂത്തികൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കും, കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ കപ്പലുകൾ അയക്കാൻ കപ്പൽ കമ്പനികൾ തയ്യാറാകുന്നില്ല. ലോകത്തുള്ള 5 പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളിൽ 4 എണ്ണവും ചെങ്കടൽ വഴി പോകില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു എന്ന വിവരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇതുമായി അനുബന്ധമായി പറയാവുന്നത്, 20,000-ഓളം ഹൂത്തികളുടെ ഒരു വലിയ പരേഡ് യമനിൽ നടന്നു. സായുധ പരേഡാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, മാരകമായ തോക്കുകൾ, മിഷ്യൻ ഗണ്ണുകൾ, അങ്ങനെ നിരന്തരമായി പരിശീലനം സിദ്ധിച്ച ആളുകൾ എന്ന് വ്യക്തമാക്കുന്ന ഒരു 20,000-ലധികം ആളുകളുടെ ഒരു വലിയ പരേഡ്. ആ പരേഡിന് ശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകാനായി പകർത്തപ്പെട്ട ദൃശ്യങ്ങളിൽ അവർ സംസാരിക്കുമ്പോൾ, അവരെല്ലാവരും ഞങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും, ഏതറ്റം വരെയും പോകുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം,
ഫ്രീ പാലസ്തീൻ എന്നുള്ളതാണ്. പലസ്തീനെ സ്വതന്ത്രമാക്കണം, പലസ്തീനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന കൂട്ടക്കുരുതി ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഇനിയും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് 20,000-ഓളം വരുന്ന ഫൈറ്റേഴ്സ്, അവർ വിളിക്കുന്ന ഫൈറ്റേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഹമാസിന്റെ ശേഷി എന്ന് പറയുന്നത് 50,000-ഓളമാണ്. അതിന് കൂടെ ഈ ഒരു 20,000 കൂടി വരുമ്പോൾ 70,000-ആയി. മോശമല്ലാത്ത സംഖ്യയാണ്. കാരണം 50,000-ഓളം വരുന്ന ഹമാസിന്റെ ആളുകൾ അവർ ശക്തമായി പ്രത്യാക്രമണം നടത്തിയതിനെ അതിജീവിക്കാൻ ഇസ്രായേൽ കരസേനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കരയുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാക്കപ്പും കൂടി, ഹൂത്തികളുടെ ഒരു ബാക്കപ്പ് ഏത് വിധത്തിലാണോ ലഭിക്കുക എന്നറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ബാക്കപ്പ് കൂടി ഹമാസിന് ലഭിച്ചാൽ അത് ഇസ്രായേലിന് പ്രതിരോധം ശക്തമാക്കും. ഒരു പക്ഷേ യമനിലേക്കുള്ള ആക്രമണത്തെക്കുറിച്ച് പോലും ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ചിന്തിച്ചെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധത്തിന്റെ തലം വീണ്ടും മാറും. അതുപോലെ തന്നെ ഹിസ്ബുള്ള മറുവശത്തുണ്ട്. അവർ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഇന്നലെയും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലെബനനിലേക്കും ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ മുതിർന്നേക്കാം. ഇപ്പോൾ അമേരിക്ക വിലക്കിയത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് മുതിരാത്തത്. ആ ഒരു സാഹചര്യം മാറി ഒരു തിരിച്ചടിയിലേക്ക് നെതന്യാഹു തീരുമാനമെടുത്ത് പോയാൽ അത് മറ്റൊരു തലത്തിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ ഇറാന്റെ നിലപാട്, ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയ സംഭവം, സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ട ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊന്നുകളഞ്ഞത് ഇസ്രായേലാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ അതും സ്ഥിതി ഗുരുതരമാക്കും. അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിൻ്റെ കൂടെ തന്നെ ഗസയിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു. 100 കേന്ദ്രങ്ങൾ തകർത്തു എന്ന് നെതന്യാഹു അവകാശപ്പെടുന്നു. അതോടൊപ്പം 21,000-ആയി കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നത് ആവർത്തിക്കുന്നു. യുദ്ധം നിർത്താനുള്ള നടപടികളെല്ലാം എങ്ങും എത്താതെ പോകുന്നു. ഗുരുതരമായ സ്ഥിതിവിശേഷം, അതീവ ഗുരുതരമായ സാഹചര്യം അതാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.